പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് അവസരം തന്നില്ല, സുവിശേഷ വേലയ്ക്ക് പോകാൻ വേറെ കൂട്ടു സഹോദരിമാരെ കിട്ടിയില്ല. കൂട്ടുകാരി വന്നില്ല. സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കരുത്. സ്തോത്രം, സ്തോത്രം. ഓടിക്കേറിയെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു പെണ്ണിന്റെ ശല്യമേ ഉള്ളായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടെ ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു വീഞ്ഞു കുടിച്ചത്. 11 പേര് നടുവിൽ ചാടി എഴുന്നിട്ട് പെണ്ണിന്റെ മുമ്പിൽ പമ്മിപ്പോയവൻ ശക്തി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അത് പറയും. 11 പേര് നടി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. പ്രസംഗിക്കാൻ എഴുന്നേറ്റല്ല, തെറ്റിദ്ധാരണ തിരുത്താൻ എഴുന്നേറ്റത്. 3000 പേരകത്ത് വന്നു. പിന്നെ വീതികളിൽ, വഴികളിൽ, തെരുവോരങ്ങളിൽ രോഗികളെ കൊണ്ടിട്ട് നിഴൽ തട്ടിയാ മതിയെന്ന്. ആരുടെയും നിഴൽ തട്ടിയാ പേടിച്ചു കൊണ്ടിരുന്നവൻ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയാത്തവൻ, ആത്മാവിന്റെ ശക്തി വന്നപ്പോൾ സാധാരണക്കാരനായി മാറി. അവന്റെ നിഴൽ തട്ടിയാൽ രോഗികൾ സൗഖ്യമായി. ഇന്ന് പകൽ വിശ്വസിച്ചു, അഭിഷേകമുള്ളവൻ ഒരു ദേശത്ത് കാലെടുത്ത് വെച്ചാൽ പൈശാചിക ശക്തികൾ തകരും, കോട്ടകൾ തകരും. വിശ്വസിക്കേ, വിശ്വസിക്കേ. വെള്ളത്തിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നു. ഞാൻ 40 ദിവസം ഉപവസിച്ചിരുന്നപ്പോൾ പരിശുദ്ധന്മാരോട് ഇടപെട്ടത്. വെള്ളത്തിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നു. അവൻ എവിടോട്ട് നടന്നു പോയാലും നമുക്ക് കണ്ടറിയാം. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു, നടന്നു പോകുന്നിടത്തെല്ലാം വെള്ളം വ്യാപിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ തീയാം നിറയപ്പെട്ടവൻ എവിടെ പോയാലും, ദേശത്ത് കാലെടുത്ത് വെച്ചാൽ ആ ദേശത്തെ പൈശാചിക ശക്തി കൂട്ടത്തോടെ തകരും. ഏലിയാവേ, നീ ഒരു പഴയ നിയമഭക്തനാ, പക്ഷെ നീ ഒരു കൊടുങ്കാറ്റാ. നീ സാറാഫാത്തിൽ കാലെടുത്ത് വെച്ചാൽ ആത്മഹത്യയുടെ കെട്ടുകൊട്ടും ഞാനും കുഞ്ഞും മരിക്കാനിരിക്കുകയെന്ന് പറഞ്ഞു. ആ ആത്മഹത്യയുടെ കേട്ടവിടെ പൊട്ടി, ക്ഷാമത്തിന്റെ കേട്ടവിടെ പൊട്ടി. അഭിഷേകമുള്ളവൻ ഒരു ദേശത്ത് കാലെടുത്ത് വെച്ചാൽ പൈശാചിക ശക്തികൾ വിറയ്ക്കും. സറാഫാത്തിൽ ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്. ആത്മഹത്യയുടെ കെട്ടുപൂട്ടി, ക്ഷാമം മാറി. തന്നാണോ അഭിഷേകമുള്ള ഒരു വീട്ടിൽ മാളിക മുറിയിലോട്ട് വന്ന് പാർത്തതാ. മരണത്തിന്റെ ബന്ധനം അഴിഞ്ഞു. നമ്മൾ സാധാരണക്കാരല്ലെന്ന്. സ്തോത്രം. അഭിഷേകമുള്ളവൻ സാധാരണക്കാരനല്ല, ശേഷം മനുഷ്യനെ പോലല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ വഹിക്കുന്നവരാ, മഹത്വം വഹിക്കുന്നവരാ, മഹത്വം വഹിക്കുന്നവരാ നമ്മള്. അതുകൊണ്ട് മറ്റു മനുഷ്യരെ പോലെ പ്രശ്നമില്ല, ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പത്മോസ് യോഹന്നാൻ പോയത് എല്ലാവരും പോയ പോലെ തന്നെ പോയത്. സ്തോത്രം. ഒത്തിരി പേരെ കൊണ്ടിട്ടിട്ടുണ്ട്, പക്ഷെ ഒരുത്തനും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരുത്തൻ്റെ അസ്ഥി പോലും കിട്ടില്ല, പക്ഷെ നീ തിരിച്ചു വരും. ഏത് പ്രതികൂലത്തിനകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വീണാലും ഒരിക്കലും ഒരു മനുഷ്യന്റെ കുടുക്കിനകത്ത് സ്വർഗം അവനെ ഇടത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? ഒരുത്തനും തിരിച്ചു വരത്തില്ല, ഒരുത്തൻ്റെ അസ്ഥി പോലും തിരിച്ചില്ല, പക്ഷെ നീ തിരിച്ചു വരും. വെറുതെ അല്ല കയറ്റി 7 സഭയ്ക്കുള്ള ദൂതുമായി നെക്സ്റ്റ് ജനറേഷനുള്ള വെളിപ്പാട് പ്രാപിച്ച് നീ അതിനകത്തും തിരിച്ചു വരും. ഒരു പ്രശ്നത്തിനകത്ത് ദൈവം കയറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രതികൂലത്തിനകത്തൂടെ ദൈവം നിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് നീ പ്രാപിച്ചെടുക്കും, നീ പ്രാപിച്ചെടുക്കും. നിന്റെ വീട്ടിൽ വന്ന ചില ഹല്ലേലൂയ വേദനകളുണ്ടല്ലോ, നിന്റെ കുടുംബത്തിനകത്ത് പെട്ടെന്ന് നേരിട്ട് ചില അനർത്ഥങ്ങളുണ്ടല്ലോ, അത് നിന്നെ ചിലത് പഠിപ്പിക്കാനാ, നിന്നെ ചില ഒരുക്കാനാ. നിനക്ക് നേരിട്ടിരിക്കുന്ന ഭാരമുണ്ടല്ലോ, നിന്റെ ശരീരത്തിൽ ഇന്ന് നീ വഹിക്കുന്ന രോഗമുണ്ടല്ലോ, ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാ, ചില വെളിപ്പാടുകൾ നിനക്ക് തരാനാ. അപ്പന വൈഡ ബലവ ശംഭരാദകൽക്കനോ ഹീഗോരവക്ഷമനഗതിരീജകലഘടകം ഭൂരവക്ഷമനഗലഘടക സ്വഭരെ അഠവൈഡ പ്രബലഘടക ശഗാനിയസി റൈധേ ലീഖേസി കനബ. ഇത് നിന്നെ തകർക്കത്തില്ല, ഇത് നിന്നെ ഒടുക്കത്തില്ല, ഇത് നിന്റെ അവസാനമല്ല. യെസ്,
Chibanaba shekena dara sikhalaraba rekona shekeni adi alaga sathune rekama sandhana adivasi. ശത്രു പറയുന്നത് നിന്റെ ഒടുക്കമാണ്. അകത്ത് കണ്ണുള്ളവനെ ആഴത്തിലെ വഴി കാണാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ഈ എണ്ണ വേണമെന്ന് പഴയ നിയമത്തിനും പുതിയ നിയമത്തിലും എണ്ണയ്ക്ക് ഭയങ്കര പ്രാധാന്യം അല്ലേ? ഞാൻ എപ്പോഴും ഓർക്കും, ഈ യാക്കോബ് അപ്പനേക്കാൾ ഓടിപ്പോകുമ്പോൾ, ചേട്ടനെ അനുഗ്രഹം മേടിച്ചോണ്ട് അപ്പനെ കളിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ലൂസിൽ ചെന്ന് അവിടെ കിടന്നു. സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ കല്ലെടുത്ത് പെറുക്കി വെച്ചിട്ട് എണ്ണ ഒഴിച്ചെന്ന്. ഈ വെപ്രാളം പിടിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്കും സ്തോത്രം എണ്ണയായിട്ടാണ് പോയത്. സ്തോത്രം. ശമൂവേൽ ഇശായിയുടെ ഭവനത്തിലേക്കും ഈ തൈലവുമായിട്ടാണ് ചെന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം മുഴുവൻ കാണുമ്പോൾ പുതിയ നിയമത്തിൽ കന്യകമാരായിരുന്നു എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും അത് വായിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ശരിക്കും കന്യകമാരായിട്ട് തന്നെ അവർ ജീവിച്ചില്ലേ? ലോകത്തിൻ്റെ ഒരു സന്തോഷ സുഖങ്ങളും അനുഭവിക്കാതെ ഒരു കന്യകമാരായിട്ട് ജീവിച്ചു. ഇറങ്ങിയതും ഒന്നിച്ച്, വിളക്കെടുത്തതും ഒന്നിച്ച്, പോയതും ഒന്നിച്ച്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കാത്തിരുന്നതും ഒന്നിച്ച്, ഉറങ്ങിയതും ഒന്നിച്ച്, മണവാളന്റെ ശബ്ദം കേട്ടതും ഒന്നിച്ച്, എഴുന്നേറ്റതും ഒന്നിച്ച്, എല്ലായിടത്തും ഒന്നിച്ചുണ്ട്. പക്ഷെ കരുതലില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. കരുതലില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. കരുതലില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. ശബ്ദം കേട്ടതും ഉറങ്ങിയതും എല്ലാം ഒന്നിച്ചാണെങ്കിൽ ആ നിർണായക നിമിഷത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച ക്രിസ്തുവിൽ പങ്കാളികളായി മാറാം. പ്രിയരെ, നമ്മൾ ജയിക്കാൻ ഇറങ്ങിയവരാ. പിള്ളേരെ കൊണ്ട് ടീച്ചറുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് സ്തോത്രം സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് എന്നാൽ ഞങ്ങൾ പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ചേ പഠിപ്പിക്കുന്നുള്ളൂ, സ്കൂളിലേക്ക് വിടുന്നില്ല. ഒരമ്മമാരും ചിന്തിച്ചിട്ടില്ലല്ലോ. എന്തിനാ വിട്ടത് സ്കൂളിൽ? പഠിക്കാൻ. പഠിക്കുന്ന എന്തിനാ? പറഞ്ഞേ, ജയിക്കാൻ. കുഞ്ഞ് ജയിച്ചേ പറ്റൂ. ഏറ്റവും നല്ല സ്കൂളിലെ നമ്മൾ വിടത്തുള്ളൂ. നല്ല അധ്യാപകരുള്ളിടത്തെ വിടത്തുള്ളൂ. ജയിക്കണം, ജയിക്കണം. വിശ്വാസിയോട് ഒരു ദൂത്, ജയിച്ചേ പറ്റൂ. ജയിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ജയിക്കുന്നവന് മാത്രം എന്നോട് കൂടെ ഇരിക്കാൻ. അങ്ങനെയെങ്കിൽ ഇറങ്ങി തിരിച്ചിട്ട് ജയിച്ചില്ലെങ്കിൽ പിന്നെ എന്താ? തോറ്റു 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 പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണോ? പക്ഷെ ജയിക്കാൻ വിളിച്ചെങ്കിൽ ജയിക്കുന്നവന് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. എന്നോട് കൂടെ ഇരിക്കാൻ വരം കിട്ടണമെങ്കിൽ എല്ലാം ജയിച്ചവൻ മാത്രം. പ്രാപിക്കാൻ ഓടിക്കോണം, ജയിക്കാൻ ഓടിക്കോണം. സ്തോത്രം. വിരുദ് തെറ്റിക്കുന്ന ഒത്തിരി ശക്തികളും വ്യക്തികളും ഉണ്ടാകും. പക്ഷെ വിരുദും ലക്ഷ്യവും തെറ്റരുതാ. അത് നമ്മൾ തീരുമാനിച്ചാൽ മതി. ആമേൻ പറയാൻ പറ്റുമോ? നമ്മൾ തീരുമാനിച്ചാൽ മതി. സ്തോത്രം, സ്തോത്രം. ഈ എലീശയോട് പറഞ്ഞു ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ഏലിയാവ് തന്നെ പറഞ്ഞു. എന്നെ പലപ്പോഴും അത് ചിന്തിപ്പിക്കുന്നത്. ഏലിയാവ് തന്നെ പറഞ്ഞ പിന്നെ കൂടെ പോകുമോ? സിസ്റ്റർ എന്നോട് പറയും വരണ്ട എൻ്റെ കൂടെ. പിന്നെയും പുറകിൽ നടക്കുമോ ഞാൻ? സ്തോത്രം. ഓ വലിയ പുള്ളിക്കാരി വലിയ ആളാണെ പോട്ടെ, ഞാൻ അടുത്ത ആളുടെ പറയും. നിന്നാണ്, നിന്റെ ജീവനാണ്. മുട്ടുമടക്കിയപ്പോൾ, കരമിയത്തെ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടിരുന്നപ്പോൾ, കൽപ്പിച്ചപ്പോൾ ഒക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് കാണും. എനിക്കിത് വേണം. ബിരുദ് തെറ്റിക്കുന്ന ഒത്തിരി വ്യക്തികൾ എഴുന്നേറ്റു. പക്ഷെ പ്രാപിക്കാൻ തക്കവണ്ണം അവൻ ഓടിയ കണ്ടോ? പ്രാപിക്കാൻ തക്കവണ്ണം. യോ, എന്തോ ഒരു സന്തോഷം. സ്തോത്രം. ലക്ഷ്യം ഒന്നായിരുന്നു, എനിക്ക് ഇരട്ടി വേണം. ഈ പവർ ഇല്ലെങ്കിലുണ്ടല്ലോ, പവർ ഇല്ലെങ്കിൽ എത്ര പാരമ്പര്യം ഉണ്ടെങ്കിലും അവര് വന്നിരിക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. പവർ ഇല്ലെങ്കിൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ ആഹാബിനൊരാഗ്രഹം. ആഗ്രഹം അറിഞ്ഞപ്പോൾ ഇസബേൽ എഴുന്നേറ്റു. ഒരു ലെറ്ററൊക്കെ എഴുതി അവൾ സൈൻ ചെയ്ത് കൊടുത്തു വിട്ടു. ആഹാബിന്റെ പേര് നോക്കിക്കേ, ആഹാബിന്റെ പേര് വെച്ച് അവൾ എഴുതി. സ്തോത്രം. എന്നിട്ട് ഒരു വിശുദ്ധ ഉപവാസം അങ്ങ് പ്രസിദ്ധം ചെയ്തു. സ്തോത്രം, സ്തോത്രം. നീചന്മാരായ 2-3 പേരെ നേരത്തെ കരുതി മാറ്റി വെച്ചിരുന്നു.
എന്നിട്ട് അവക്ക് മനസ്സിൽ ഒരു കസേര കൊടുത്താൽ കയറിയിരിക്കും. മുഖ്യ ഒരു കസേര അങ്ങ് കൊടുത്തു. ചിലർക്ക് അത് മാത്രം മതി. ഞാൻ വെളിപ്പാട് പുസ്തകം വായിച്ച് പുറത്തു, ദൈവമേ 24 മൂപ്പന്മാരും കിരീടങ്ങളെ താഴെയിട്ട് സിംഹാസനത്തിൽ വീണ് കിടന്ന് മഹത്വം ദർശിച്ചവർ അത്യുന്നതനെ സ്തുതിക്കുമ്പോൾ കിരീടത്തിന് സിംഹാസനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാ സൂക്ഷിക്കേണ്ടത്. കിരീടത്തിന് സിംഹാസനത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ ഭയപ്പെട്ടോണം. കാണേണ്ടവനെ കാണേണ്ട പോലെ കണ്ടാൽ കിരീടം നിലത്തെടുത്തിടും, സിംഹാസനത്തിൽ നിന്ന് ചാടിയിറങ്ങും. നാബോത്തേ, പാരമ്പര്യമുണ്ട്. എന്താ നീ പറഞ്ഞത്? എന്റെ പിതാക്കന്മാരുടെ അവകാശം അല്ലെ നിനക്ക് തരാൻ യഹോവ സംഗതി വരുത്താതിരിക്കട്ടെ. പക്ഷെ ഇത് വാഗൊണ്ട് പറയുമ്പോഴും കൊടുത്ത കസേരക്കകത്ത് കയറിയിരിക്കുമ്പോൾ അല്ലേ എതിരായി നടന്ന ഉപവാസം അവനെ ഇല്ലാതാക്കി. പക്ഷെ യേഹൂവിനെ ഒതുക്കാൻ പറ്റത്തില്ല, യേഹൂവിനെ ഒതുക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരുടെ ഇടയിലിരുന്നവനെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. അവൾക്കൊരു കാര്യം മനസ്സിലായി, സിംഹാസനം കൊടുത്താൽ അവൻ ഇരിക്കത്തില്ല, കസേര കൊടുത്താൽ ഇരിക്കത്തില്ല. വശീകരണത്തിലൂടെ ഒതുക്കാൻ നോക്കി. പക്ഷെ ഒരു കാര്യം, തെരഞ്ഞെടുക്കപ്പെട്ടവനൊരു ഉറപ്പുണ്ട്. അവനറിയാം കസേരയല്ല, നിന്റെ ഒരു വശീകരണത്തിനകത്തോ വീഴത്തില്ലെന്ന് ഉറപ്പ് പ്രാപിച്ചവൻ അവളെ നിലത്തിട്ടു. ആത്മാവിൽ ദൂതേറ്റെടുക്ക. ശത്രുവായ സർപ്പമുപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ ഏത് രീതിയിലും നിങ്ങളുടെ വിശ്വാസത്തെ, അത് അപ്പനിലൂടെ ആയിരിക്കാം, അമ്മയിലൂടെ ആയിരിക്കാം, കൂടപ്പിറപ്പിലൂടെ ആയിരിക്കാം, കൂട്ടു സഹോദരങ്ങളിലൂടെ ആയിരിക്കാം, കൂടെ നടക്കുന്നവരിലൂടെ ആയിരിക്കാം, തലമുറകളിലൂടെ ആയിരിക്കാം. പക്ഷെ വിശ്വാസത്തെ, പ്രമാണത്തെ നീ മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക. ആകത്തൊരുറപ്പ് ഞാൻ ആരാണെന്ന്. നഹമാന്റെ വീട്ടിലെ പെങ്കോച്ച് പ്രിയമുള്ളവർ, ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മുറുകെ പിടിച്ച്. എനിക്ക് രൂത്ത് കണ്ടോ? രൂത്ത് ആരാ? സ്തോത്രം, മോവാബി സ്ത്രീയ. മോവാബിരാരാ? സ്തോത്രം, അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ലോത്തിന് സ്വന്തം പെൺമക്കൾ ഉണ്ടായ മോവാബിരും അമോര്യരും. സ്തോത്രം, ഹല്ലേലൂയ. 10ാം തലമുറ വരെ ദൈവസേനയിൽ പ്രവേശനമില്ലാത്തവൻ. പക്ഷെ അതിനു മുമ്പ് അവൾ അകത്ത് കയറി. സ്വത്രം, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്തെ അവൾ കയറിക്കഴിഞ്ഞു. സ്വത്രം 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 സ്വത്രം. എന്താ അവിടെ സംഭവിച്ചേ? മയ്യമ്മ എപ്പോഴും ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയും, സ്വത്രം, മിസ്രൈമിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം, മാറയെ മധുരമാക്കിയ ദൈവം. ശത്രു ഞങ്ങളുടെ പുറകെ വന്നപ്പോൾ ദൈവ തേജസ് പുറകെ വന്നു. അങ്ങനെ ഞങ്ങളെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ഓർപ്പയും കേട്ടു, രൂത്തും കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ലോഗോസ് അതവിടെ ഉള്ളിൽ റീമയായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളഞ്ഞപ്പോൾ അവൾ ഹൃദയമാകുന്ന മാംസപ്പലയിൽ അത് അഴത്തി എഴുതി വെച്ചു. അവക്കൊരു ഉറപ്പുണ്ട്. വിശ്വാസം, കേൾവി, ക്രിസ്തുവിന്റെ വചനത്താൽ, ദൈവവചനത്താൽ. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? സ്തോത്രം, പറയാതെ എങ്ങനെ കേൾക്കാൻ പറ്റും? അവൾ ആവർത്തിച്ച് കഴിഞ്ഞ നാളുകൾ നടത്തിയവന്റെ മഹത്വത്തെ വർണ്ണിച്ചപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാത്തവൾ കേട്ടത് അവൾ പറഞ്ഞു, മരണത്താൽ അല്ലാതെ ഞാൻ വേർപിരിയത്തില്ല, മരണത്താൽ അല്ലാതെ ഞാൻ ഈ ബന്ധമാണ്. ഈ വിശ്വാസം കൈമുതലായിരുന്നവളാ. ഓ ഹല്ലേലൂയ. കേട്ടത് അവളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചു. അവൾ എന്താ ചെയ്തത്? ഞാൻ മുറുകെ പിടിച്ചു. പിന്നീട് എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. അമ്മായിയമ്മയോട് ഇറങ്ങി തിരിച്ചപ്പോൾ ആ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ഭയങ്കര സ്വന്തം മരണത്താൽ അല്ലാതെ പറഞ്ഞാട്ട് പിന്നെ വയലിലോട്ട് പോകാൻ റൂട്ട് മാപ്പൊന്നും ആരും കൊടുക്കണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ഈ നമ്മൾ ചില സ്ഥാനത്തു നിന്നൊക്കെ മാറിപ്പോയാൽ, സ്തോത്രം, ഞാൻ അത് വായിച്ചുകൊണ്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നൊരു ചിന്ത ഞാൻ പറയാം. സത്യം പറഞ്ഞ ഈ ബോവസ് ആയിരുന്നില്ല, വേറൊരു വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നു. വേറൊരു വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നു. അവൻ വീണ്ടെടുത്തില്ല, ഞാൻ വീണ്ടെടുക്കാമെന്നാ പറഞ്ഞു. അവൻ നോക്കിയപ്പോ മോവാബ്യ സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ. ആർക്ക് വേണം? പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ, ദൈവിക കരുതൽ ഒരുവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട, വിശ്വസിച്ചോ? നിന്റെ തലമുറയുടെ ജീവിതത്തിലെ കരുതൽ വെളിപ്പെട്ടാൽ, നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിലെ കരുതൽ വെളിപ്പെട്ടാൽ, അല്ല നിന്റെ ജീവിതത്തിലെ കരുതൽ വെളിപ്പെട്ടാൽ തടയാൻ ആർക്കും കഴിയത്തില്ലെന്ന് വിശ്വാസത്തെ മുറുകെ പിടിക്ക്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ള. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചോ.
നിനക്ക് ക്രിസ്തുവിൽ പങ്കാളിയാകണമെങ്കിൽ ആ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുക. അങ്ങനെയാണ് നമ്മളിലൂടെ വൻ കാര്യങ്ങളെ ദൈവം ചെയ്യും. 12 ഗോത്രപിതാക്കന്മാരുണ്ടായിട്ട് ഇസ്രായേൽ ഗോത്രത്തെ പണിതത് നിങ്ങളെന്താ പറഞ്ഞേ? അബ്രഹാമും ഇസ്ഹാക്കും റാഹേലും 12 ഗോത്രപിതാക്കന്മാരുണ്ട്. ഇസ്രായേൽ ഗോത്രത്തെ പണിതെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. രൂത്തിനോട് ചോദിച്ചാൽ രൂത്ത് പറയും, രാത്രി മുഴുവനും ബോവസിന്റെ പാദപീഠത്തിൽ കിടന്നപ്പോൾ പ്രഭാതത്തിൽ നല്ല ഒരളവ്. സ്തോത്രം. സഹോദരിമാരെ എല്ലാ മേഖലകളും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി ശല്ലൂമിന്റെ വെൺമക്കളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ശക്തമായി ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. വേണം നോട്ട് ചെയ്യണേ, 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഏതെല്ലാം മേഖലകളിൽ സഹോദരിമാരെ ഉപയോഗിച്ചുവെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്രം. സുവിശേഷ പ്രഘോഷണത്തിൽ ശക്തമായിട്ട് സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചു, ശക്തമായിട്ട് ഉപയോഗിച്ചു, എല്ലാ മേഖലകളിലും ഉപയോഗിച്ചു. സ്തോത്രം. ആദ്യം ഈ ദൗത്യം ഏൽപ്പിച്ചത് ആരെയാണെന്നറിയോ? ആദ്യം ദൗത്യത്തിൽ ഞാൻ വായിച്ച വാക്യം തന്നെയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ചു. 5-ാം വാക്യവും 10-ാം വാക്യവും. സ്തോത്രം. 10-ാം വാക്യം വായിച്ചിട്ട് മോളെ. സഹോദരന്മാരോട് പറയാ, സഹോദരിമാരെ പറഞ്ഞു വിട്ട് വാക്യം അവിടെയുള്ള ഏതെല്ലാം മേഖലയിൽ ഉപയോഗിച്ചു. വേഗത്തിൽ വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്താൽ അപ്പോസ്തലപ്രവൃത്തി 1:14 എടുത്താട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ സഹോദരിമാരുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് വായിക്കുന്നവരാണെങ്കിൽ വായിക്കാം. നോക്കിക്കേ, പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ. പുതിയ നിയമത്തിലെയാ. സഹോദരന്മാരുടെ യേശുവിൻ്റെയും കൂടെ ആരുണ്ടായിരുന്നു? പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആരുണ്ടായിരുന്നു? 5:14 വായിച്ചേ മോളെ. ഒരാൾ 8:12 പോയി. അപ്പൊ പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ മാത്രമല്ല സഹോദരിമാര്, പറഞ്ഞേ, വിശ്വസിച്ചവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. 3 അപ്പോസ്തലപ്രവൃത്തി 8:12 സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ സഹോദരിമാർ. അപ്പോസ്തലപ്രവൃത്തി 8:3 സുവിശേഷത്തിന് വേണ്ടി പീഡനം സഹിച്ചവരുടെ കൂട്ടത്തിൽ സഹോദരിമാർ. പിന്നെ നമുക്കറിയാം ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ ആരായിരുന്നു? പ്രവചിക്കുന്നവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:16-18 ലിംഗവ്യത്യാസമില്ലാതെ പ്രവചിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സഹോദരിമാർ. പഴയ നിയമത്തിൽ വരുമ്പോൾ മിരിയാമാരായിരുന്നു, പറഞ്ഞേ. അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 22:13, 2 ദിനവൃത്താന്ത പുസ്തകം 34:21 ഹിൽക്കിയ പ്രവാചകൻ ഹുൽദ പ്രവാചകയുടെ അടുക്കൽ ആലോചന ചോദിച്ചു. പിന്നെ ഒത്തിരി പ്രവാചകർ ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്ത ദെബോരയൊക്കെ നമുക്കറിയാം. അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിലുണ്ട്, വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുണ്ട്, സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. സുവിശേഷത്തിന് വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 8:3 എടുത്തോ, പീഡനം അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സഹോദരിമാരുണ്ട്. പ്രവചിക്കുന്നവരുടെ കൂട്ടത്തിൽ സഹോദരിമാരുണ്ട്. ലൂക്കോസ് 8:1 സുവിശേഷം അറിയിക്കുന്നവരുടെ കൂട്ടത്തിൽ സഹോദരിമാരുണ്ട്. വായിച്ചേ 8:1. 8:1 വായിക്കുന്നത്? അവന് യേശു പട്ടണം തോറും ഊരുകൾ തോറും സന്ദർശിച്ച് ഭവന സന്ദർശനം നടത്തി പോകുമ്പോൾ ആരുണ്ട്? ആരൊക്കെയുണ്ട്? 12 ശിഷ്യന്മാരും പിന്നെ ദുരാത്മാക്കളെയും
നോക്കിക്കേ, ഭവന സന്ദർശനം നടത്തിയപ്പോഴും ആരുണ്ട്? പറഞ്ഞേ, പരസ്യ ശുശ്രൂഷയിലും ആരുണ്ട്? സഹോദരിമാരുണ്ട്. മത്തായി 27:55 നിങ്ങളങ്ങ് എഴുതിയെടുത്താൽ മതി. ശുശ്രൂഷിച്ചവരുടെ കൂട്ടത്തിലും അനുഗമിച്ചവരുടെ കൂട്ടത്തിലും ശിഷ്യന്മാരോടൊപ്പം ആരുണ്ട്? സഹോദരിമാരുണ്ട്. സ്തോത്രം. പിന്നെ ഫേബയെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി വായിക്കുന്നു. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 4:2-3 വാക്യത്തിൽ പറയുന്നു, സുവിശേഷത്തിന് വേണ്ടി പോരാടിയവരുടെ കൂട്ടത്തിലും ആരുണ്ട്? പറഞ്ഞേ, സഹോദരിമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ അധ്യാപനത്തിൽ ഇവർ കുറവൊന്നുമല്ല. എന്നുവെച്ചാൽ വചനം പഠിപ്പിക്കുന്ന കാര്യത്തിലും അറിയത്തില്ലേ? സ്തോത്രം. അല്ലേ, അപ്പല്ലോസിനെ വീട്ടിൽ വരുത്തി പ്രിസ്കില്ല ഒരു തീപ്പൊരി പ്രഭാഷകനാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, റോമാലേഖനം 16-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവിൽ അധ്വാനിക്കുന്ന ഒത്തിരി സഹോദരിമാരെ ഹല്ലേലൂയ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ ഇന്ന് മൊത്തം അത് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ, വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ, സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ, സുവിശേഷത്തിന് വേണ്ടി പീഡനം അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ, പ്രവചിച്ചവരുടെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ സ്തോത്രം സുവിശേഷം അറിയിക്കുവാൻ യേശുവിനോടും ശിഷ്യന്മാരോടും കൂടെ, അതുപോലെ തന്നെ സ്തോത്രം ഊരുകൾ തോറും സന്ദർശിക്കാൻ, പോരാടാൻ, സുവിശേഷത്തിന് വേണ്ടി പോരാടാൻ, അധ്യാപനത്തില് സ്തോത്രം കർത്താവിൽ അധ്വാനിക്കാൻ, അധ്യാപനത്തില് എല്ലാത്തിലും എന്ത് ചെയ്തു? പറഞ്ഞാട്ട് ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞേ. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഭയങ്കര ശക്തിയുണ്ട്. ഓർഡിനേഷൻ ഇല്ലാത്ത ബലഹീന പാത്രങ്ങളായ സഹോദരിമാരിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാ പാസ്റ്ററാകുന്ന പത്രോസ് പുറത്തു വന്നേ. അറിയാവുന്ന ഇത് ചുമ്മാതല്ല. സഭ ഒരു വീട്ടിൽ നടന്ന സഹോദരിമാരുടെ കൂട്ടായ്മയാ, അല്ലെങ്കിൽ വേദാധ്യാപകരോട് ചോദിച്ചില്ല. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 12:12. സ്തോത്രം. പെട്ടെന്ന് എടുത്ത് വായിക്കണം. ശോഭ സിസ്റ്റർ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ശോഭ സിസ്റ്റർ പറഞ്ഞു താമസിച്ചുകൊണ്ട് എത്ര സമയം വേണേലും എടുത്തോളാണ്. ഞാനാണെങ്കിൽ വന്ന് എൻ്റെ പെട്ടിക്കകത്ത് മുട്ടായിയൊക്കെ ഇരിക്കുന്നു, പിള്ളേരിങ്ങനെ കാത്തിരിക്കുക. സ്തോത്രം. ചർച്ചിലെ കുറെ പിള്ളേർ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ട് മോളെ. അപ്പൊ നോക്കിക്കേ. സ്തോത്രം. ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാനത് പോകുന്നില്ല. എങ്കിലും നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, ഏത് വീട്ടിലായി പോയിരിക്കുന്നേ? പറഞ്ഞേ. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിലെ പ്രാർത്ഥനയാ. സ്തോത്രം. രോധ ഉൾപ്പെടെ കുറെ സഹോദരിമാരാ അതിനകത്ത്. സഹോദരന്മാരൊന്നും അവിടെ ഇല്ല. അവര് മിണ്ടത്തില്ല. നിങ്ങളേലും സ്തോത്രം പറ. ഓർഡിനേഷൻ ഇല്ല, ബലഹീന പാത്രങ്ങളാന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. പുഴുവാ, കൃമിയാ, മാക്രിയാന്നൊന്നും പറഞ്ഞ് ഇരിക്കരുത്. നിറകിക്കേ. സഭയെ സഹോദരിമാരില്ല, പിന്നെ എന്നാ പറഞ്ഞോളൂ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പിന്നെ സഹോദരന്മാരേ ഇല്ല, ഞായറാഴ്ചയേ ഉള്ളൂ. സ്തോത്രം. അവരിങ്ങനെ ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ വന്നിരിക്കും. പാടണമെങ്കിൽ പെൺപിള്ളേർ കയറി നിൽക്കണം. സ്തോത്രം. ഈ കോവിഡ് കാലത്തും നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം. ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് തന്നെ സഹോദരിമാരാ. സ്തോത്രം പറഞ്ഞ പുറകിൽ നിന്ന് ഒരു ശബ്ദവും വരത്തില്ല, അവര് മിണ്ടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. നമ്മുടെ കൊച്ചു പിള്ളേരെല്ലാം കൂടെ എഴുന്നേക്കട്ടെ. സ്തോത്രം. സാമർത്ഥ്യമുള്ള സഹോദരിമാര്, ഉത്തമ സ്ത്രീകള്, സാമർത്ഥ്യമുള്ള സഹോദരിമാര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കീഴ്പ്പെട്ടിരിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശുശ്രൂഷ പരാജയപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? അതൊക്കെ ഈ അപ്പച്ചന്മാരുടെ അടുക്കയിരുന്ന് പഠിക്കണം. ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ദൈവാത്മാവ് ദൂത് തന്നാൽ പോലും ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് വിരൽ ചൂണ്ടി സംസാരിക്കരുത്. സ്തോത്രം. ഇതൊക്കെ പഠിക്കാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോഴാണ് ചെന്ന് സഹോദരന്മാരുടെ തലമണ്ടായി പോയി അനുസരണക്കേടാ. ഇതൊക്കെ വിവേകമില്ലാത്ത സ്തോത്രം. അത് എത്ര സുന്ദരിയാന്ന് പറഞ്ഞാലും സ്തോത്രം പോയല്ലോ. സ്ത്രീയുടെ തല എന്ന് പറ, പുരുഷന്റെ തല ചെന്ന് കൈവെക്ക. സ്തോത്രം. പണ്ട് അമ്മായിയമ്മയും മരുമക്കളും കൂടെ വഴക്കുണ്ടാകുമ്പം ബുദ്ധിയുള്ള മരുമക്കൾ പറയും, ഇനി അമ്മ കൂടുതലൊന്നും പറയണ്ട, ഞാൻ എൻ്റെ തലയും കൊണ്ടങ്ങ്
അപ്പൊ അമ്മായിയമ്മയ്ക്ക് സന്തോഷമോ, ഓ നിന്റെ തലയും കൊണ്ട് നീ അങ്ങ് പോകും. അവിടെ തലയാരാ? നിങ്ങളുടെ ചെറുക്കനെയും കൊണ്ട് ഞാൻ പോകും നമ്മൾ പറഞ്ഞു. സ്തോത്രം. ഇതൊന്നും അറിയാൻ വയ്യാത്ത അമ്മായിയമ്മ പറയും എന്നാ പോകുന്നു. എൻ്റെ മോനെയും കൊണ്ട് പോകുമ്പോഴാണ് പുള്ളിക്കാരി ഞെട്ടുന്നത്. സ്തോത്രം. അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവര് സ്തോത്രം ഒത്തിരി ഉണ്ട്. പോട്ടെ, എന്ത് ലഭിച്ചാലും സുവിശേഷം പറയാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. സ്തോത്രം. വേലയ്ക്ക് ഇറങ്ങാൻ ദൈവം തന്നിട്ടുണ്ട് കഴിവ്. പാടണം, പ്രാർത്ഥിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ മുകളിലോട്ട് അങ്ങ് കയറണ്ട. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ഇല്ല. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന അന്ത്യം വരെ ശുശ്രൂഷ നിൽക്കാം. കൃപ പെരുകി 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 പിന്നെ വല്ലാത്ത കൃപയായി പോകും. സ്തോത്രം. ഇതിനൊക്കെ പഴയ പാതകളോട് ചോദിച്ച് പഠിച്ചാൽ ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. സ്തോത്രം. ഇന്നലെയാണെങ്കിൽ ഞാൻ സ്തോത്രം വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞാണ് രാത്രിയിൽ സ്തോത്രം അവിടുന്ന് തിരിച്ചത് സിംഗപ്പൂരിൽ നിന്ന്. അപ്പോൾ സ്തോത്രം പ്രിയപ്പെട്ടവരൊക്കെ കാണില്ല ഇതിൽ. അവിടെ സിംഗപ്പൂരിൽ നിന്ന് അവർ പണ്ട് അവിടെ ആയിരുന്നു, ഇപ്പോഴത് സഭയോടുള്ള ബന്ധത്തിൽ സ്തോത്രം അവരവിടെ വന്നു. സ്തോത്രം. അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളൊന്നുമില്ല എന്ന് വെച്ചാൽ വചനം പറയാനൊന്നും അറിയത്തില്ല. ഇന്നലെ പാസ് പറഞ്ഞു സങ്കീർത്തനം വായിച്ചിട്ട് 2 വാക്കെങ്കിലും ഒന്ന് പ്രബോധിപ്പിക്കണം. സ്തോത്രം. എന്നിട്ട് പുള്ളി അന്നേരം വിചാരിച്ച് യൂട്യൂബിൽ കയറി അപ്പോൾ വല്ലോൻ്റെ അനുഭവം എല്ലാം കുറിച്ചെടുത്താ പറയുന്നത്. സ്തോത്രം. യൂട്യൂബിൽ കയറി സ്തോത്രം പ്രസംഗം കേട്ടിട്ട് ഞായറാഴ്ച പ്രസംഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്റ്റാൻറ്റി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ പുസ്തകം തരാം, അതിനകത്തൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഒരു സാധുവായ മനുഷ്യൻ, വലിയ കഴിവൊന്നുമില്ല. സ്തോത്രം. യൂട്യൂബിൽ കയറാനും പോയില്ല, പുസ്തകം എടുക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞ ആ പടച്ചട്ടയൊന്നും നിനക്ക് ചേരത്തില്ല. സ്തോത്രം. നിന്റെ മേലുള്ള ഒരു അഭിഷേകം മതി. ശൗലിന്റെ പടച്ചട്ട ഇട്ടോണ്ട് പോയാൽ നീ വീഴും. സ്തോത്രം. അവന്റെ വാളും പരിചയം കുന്തയൊന്നും വേണ്ട, ജയം തരുന്നത് സൈന്യങ്ങളുടെ രക്ഷകനാ. ഹല്ലേലൂയ. ആ ചിറകിന്റെ മറവിലൊന്നും ഇരുന്ന് പ്രാപിച്ചെടുത്ത് ഒരു ശക്തിക്ക് നിന്നെ തടയാൻ കഴിയത്തില്ലെന്ന്, ഒരന്ധകാര ശക്തിക്ക് നിന്നെ തടയാൻ കഴിയത്തില്ല. കോട്ടകളെ തകർക്കുന്ന ദൈവശക്തിയായത്. ഈ അഭിഷേകം നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടാൻ കഴിയില്ല. ഏത് ചങ്ങലകളെയും അഴിക്കും ഈ പ്രാർത്ഥന. സ്തോത്രം. മാർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അനേകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അവരിരുന്ന് പ്രാർത്ഥിക്കുക. സഭ പറഞ്ഞേ മറുപടി അകത്ത് വരുന്നിടം വരെ പ്രാർത്ഥിച്ചോണം. സ്തോത്രം. സഭയുടെ മൂപ്പൻ പത്രോസ്, സഭയുടെ മൂപ്പനാ പത്രോസ്, മെയിൻ പാസ്റ്റർ പിടിച്ച് ബന്ധിച്ചിട്ടേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗവൺമെന്റ് തലത്തിൽ ഇടപെടാൻ അവിടെ ആരുമില്ല. പെട്ടെന്നൊരു യോഗം വിളിച്ചു കൂടി കാര്യപരിപാടി ചെല്ലാൻ ആരുമില്ല. ഒരു സഹോദരിയാ, സഹോദരിമാരാ. പക്ഷെ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിനക്ക് ജ്ഞാനം തന്നാൽ നീ പ്രാർത്ഥനാ മുറിക്കകത്തോട്ട് കയറ്. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, എല്ലാവരും നിന്നെ വിട്ട് ഓടിപ്പോയാലും, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, ഒരു മനുഷ്യന് നിനക്ക് കൈത്താങ്ങൽ തരാനില്ലെങ്കിലും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പരിജ്ഞാനം തരുന്ന ദൈവം, വിവേകം തരുന്ന ദൈവം, ധൈര്യം തന്ന് നിന്നെ നയിക്കും. ആ കൂട്ടായ്മ അകത്തു നടക്കുമ്പോൾ ഒരു കാര്യത്തിലും പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ചെയ്യാൻ ആരും ഓടില്ല. പക്ഷെ ഐക്യതയോടെ ആ സഹോദരിമാരെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂതൻ എവിടെ ഇറങ്ങി? പറഞ്ഞേ, പെട്ടെന്ന് ദൂതൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ 7-ാം വാക്യം അങ്ങനെ പറഞ്ഞത്, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പ്രാർത്ഥനയിൽ പെട്ടെന്നൊരു മറുപടി. ദൈവം പ്രവർത്തിക്കുമോ? കർത്താവ് നിശ്ചയമായി പ്രവർത്തിക്കും. ഇറങ്ങി തിരിച്ചവരോട് ദൈവാത്മാവ് പറയാ, നിന്റെ ഒടുക്കം നിർണയിക്കുന്ന ശത്രുവല്ല. ചെങ്കടലിന്റെ കരയിൽ വന്ന് നിന്നപ്പോൾ ശത്രു പുറകെ വന്ന് പറഞ്ഞു തീർന്നു, അല്ലെ മര്യാദയ്ക്ക് അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞതാ. നീ ഇറങ്ങിയതല്ലയോ? ആരാധിക്കാൻ ഇറങ്ങിയവനോട്, ആരാധിക്കാൻ കുടുംബമായി ഇറങ്ങിയവനോട് ദൈവമുഖത്തേക്ക് നോക്കി കരഞ്ഞവന് വേണ്ടി ഇറങ്ങി വന്ന് മോശയെ നായകനായി നിർത്തി ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ പുറകെ വന്ന് ഫറവോൻ പറഞ്ഞു, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് നിന്റെ ഒടുക്കമാ. സ്വർഗം പറഞ്ഞു, ഇത് നിന്റെ ഒടുക്കമാ, അവന്റെ തുടക്കമായത്. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ
ഹല്ലേലൂയ, ഒടുക്കം നിശ്ചയിക്കുന്ന നീയല്ലോ. ശത്രു വന്നിട്ട് പറയുവാ, മര്യാദയ്ക്ക് അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ നിന്നില്ല, ഇപ്പൊ ഇറങ്ങിയില്ലേ, ഇത് നിന്റെ ഒടുക്കവാ. അല്ലെ തമ്പുരാൻ നോക്കിയിട്ട് പറഞ്ഞ നിന്റെ ഒടുക്കവാ. എന്നെ ആരാധിക്കാൻ ഇറങ്ങിയവന്റെ ഒടുക്കം നിശ്ചയിക്കുന്ന നീയല്ല, അവന്റെ തുടക്കമായത്. ശത്രു നോക്കിയപ്പോ രണ്ടു വശത്ത് ഉയർന്നു നിൽക്കുന്ന പർവ്വത നിരകൾ, പുറകെ ഞങ്ങളുണ്ട്, മുന്നിൽ ചെങ്കടൽ, എങ്ങനെ പോകും? ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റ്. തമ്പുരാൻ പറഞ്ഞു, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയത്. ഇറങ്ങിയവന്റെ മുമ്പിലെ വഴിയെ നിനക്ക് കാണാൻ പറ്റത്തില്ല. ദൈവവേദന, ഇത് പകൽ നിന്നോടുള്ള ദൂതായത്. നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കുന്ന വഴി, നിന്റെ മുമ്പിൽ സ്വർഗം ഒരുക്കുന്ന വഴി, നിന്റെ മുമ്പിൽ ദൈവം ഒരുക്കുന്ന ശുശ്രൂഷ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നിൽ വെളിപ്പെടേണ്ട ദൈവിക ശുശ്രൂഷയെ തടയാൻ ലോകത്തിലെ ഒരു എഴുത്തുകാരനോ നിന്റെ രക്തബന്ധങ്ങൾക്കോ സ്വന്തക്കാർക്കോ ചർച്ചക്കാർക്കോ ലോകത്തിൽ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെ സ്വർഗം അനുവദിക്കില്ല. ദൈവം എടുത്തവനെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. ദൈവവിളി കേട്ടവനെ ജീവിതത്തിൽ ഏത് നിർണായക നിമിഷത്തിലും ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. സ്തോത്രം. ആദ്യ വിശ്വാസത്തെ പറഞ്ഞേ, അബ്രഹാം ആരാ? യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരികളാണ്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലും സ്തോത്രം കൂടാരം അടിച്ച് താമസിക്കുന്ന നാടോടികളായിരുന്നു. സർവശക്തനായ ദൈവം വിളിച്ചു വേർതിരിച്ച് ശബ്ദം കേട്ട് ഇറങ്ങിയതാ. നീണ്ട 25 വർഷം കാത്തിരുന്നൊരു കൊച്ചിനെ കിട്ടി. മോറിയമലയെ കൊണ്ട് യാഗമർപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വേണം കേട്ടോ, പരീക്ഷയുടെ നടുവിലും. എന്താ, മോറിയമലയുടെ താഴെ വന്നപ്പോൾ 3 ദിവസം വഴിദൂരം നടന്നു വന്ന് ഇവിടെ വന്നു. അല്ലല്ലേ, നിങ്ങൾ കഴുതിയുമായിട്ട് ഇവിടെ ഇരിക്കേ, നിങ്ങൾ കഴുതിയുമ്പോ ബാല്യക്കാരോട് പറയും ഇവിടെ ഇരിക്കേ, ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. നമ്മളായിരുന്നേ പറഞ്ഞേലേ, ഞാനും കൊച്ചും കൂടെ തണ്ട കാത്തിരുന്ന് കിട്ടിയതാ. ഇപ്പൊ യാഗമർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി കൊച്ചിനെ യാഗമർപ്പിച്ചിട്ട് ഞാൻ ആകെ ഡിപ്രഷനായി പോകും. ഞാൻ എങ്ങനെ തിരിച്ചിറങ്ങി വരുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ടിയ സ്ഥാനത്താവും പറയാം. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തലമുറ എൻ്റെ കൂടെ കാണുമെന്ന് ആ വിശ്വാസത്തെ പറ. നിന്റെ തലമുറ നഷ്ടപ്പെടത്തില്ല, എൻ്റെ തലമുറ നഷ്ടപ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞിനെ പുറകോട്ട് വലിക്കുന്ന ഏത് അന്ധകാര മണ്ഡലങ്ങളെയും യേശുവിൻ നാമത്തിൽ റൂഢവസി ഇന്ന് പകൽക്കാലം അതിനെ ബ്രേക്ക് ചെയ്യാം. അതിനെ ക്യാൻസൽ ചെയ്യേ യേശുവിന്റെ നാമത്തിൽ. അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന, അവരെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഇല്ലായ്മയാക്കി കളയാൻ പോകുന്ന നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ കുഞ്ഞിനെ എന്നേക്കുമായി അടക്കുവാൻ നോക്കിയതിന്റെ നടുവിൽ യേശുവിനെ വഴിമധ്യത്തിൽ തിരിച്ചു തന്നതുപോലെ വിശ്വസിച്ചോ? സ്തോത്രം. ധൈര്യത്തോടെ പറയണം, ഞങ്ങൾ ആരാധന കഴിച്ച് തിരിച്ചു വരും, ഞങ്ങൾ തിരിച്ചു വരും. വിശ്വാസത്തോടെ പറഞ്ഞോണം, ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ തിരിച്ചു വരും. വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ആരാധിക്കാനാ ഞാൻ ഇറങ്ങിയെങ്കിൽ, എന്നെ വിളിച്ചു കൊണ്ടുവന്നെങ്കിൽ, എന്നോട് പറഞ്ഞെങ്കിൽ, എനിക്ക് തലമുറയെ തന്നെങ്കിൽ, എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പോയ പോലെ തന്നെ ആരാധന കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രഖ്യാപിച്ചോ. ദൈവനീതി വെളിപ്പെടും. ചില വിഷയത്തിന്മേൽ തമ്പുരാനുമായിട്ട് ഉടമ്പടി ചെയ്ത ചില വിഷയത്തിന്മേൽ സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആര് ബന്ധിച്ചാലും, ആരൊതുക്കാൻ നോക്കിയാലും, ആര് കെട്ടിയാലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ സെക്കൻഡ് കൊണ്ട് ചങ്ങലയടിച്ച് സ്വർഗം പുറത്തു കൊണ്ടുവരും. പെട്ടെന്ന് ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറിവ് വെളിച്ചം പ്രകാശം പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. എഴുന്നേക്ക. സ്തോത്രം. കോർഡിനേഷനില്ലാത്ത സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്. സ്തോത്രം, സ്തോത്രം. പ്രിയരെ, നമുക്ക് ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന, സുവിശേഷം അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ഒരുപാട് ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. സ്നാനപ്പെടുത്തുന്നവരുണ്ട്, അതിനൊന്നും ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. കർത്തൃമേശ നടത്താനും പുരുഷന് കർത്തൃത്വം നടത്താനും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു കാര്യം ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതേത് ജോലി, അടുക്കള ജോലി ചെയ്യുന്ന
അരാമ്യർ കവർച്ചപ്പടയായി കൊണ്ടുവന്ന നയമാന്റെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്ന പെങ്കൊച്ച്, സ്തോത്രം, അല്ല കുഷ്ഠരോഗി. ആ കുഷ്ഠം ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ഇന്നും പാപകുഷ്ഠം ബാധിച്ച അനേകരെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയരെ, എന്നെ നിങ്ങളെ ചില സ്ഥാനങ്ങളിൽ ദൈവം ആക്കി വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? അല്ല, ചില കഷ്ടതയുടെ നടുവിലായിരിക്കാം ബന്ധിച്ചാ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട്. പക്ഷെ അതിന്റെ നടുവിലും നീ അറിഞ്ഞ നാമത്തെ ഇസ്രായേൽക്കാരത്തി ആയതുകൊണ്ട് അവക്കൊരുറപ്പുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ബന്ധിച്ചാണെങ്കിലും അടിമയാക്കിയാലും അവിടെ നേടാൻ എനിക്ക് ശക്തിയുണ്ട്. ആ ദൈവപുരുഷനെ ഒന്ന് കാണിച്ചു. വിശ്വസിക്കുന്നുവോ? സ്തോത്രം. ദൈവത്തെക്കുറിച്ചൊരു അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യയെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്കാം. സ്തോത്രം. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വേശ്യയെന്ന്. സ്തോത്രം. യഹൂദ റബിമാര് സത്രസൂക്ഷിപ്പുകാരി എന്നൊക്കെ അവളെ സ്തോത്രം എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ അവൾ ഒറ്റുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ദൈവം, രൂത്ത് പറഞ്ഞ പോലെ, നിങ്ങളുടെ ദൈവം നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ചൊരു ഭീതി ഞങ്ങളുടെ ഇടയിൽ വീണിരിക്കുന്നു. അവൾ പറഞ്ഞു കേട്ടോ. സ്തോത്രം. ഏറ്റവും കൂടുതൽ സന്തോഷം മീതെ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം വന്നിട്ട് അവൾ പറഞ്ഞ വാക്ക്, സ്തോത്രം 2:9 മുതൽ വാക്യത്തിലുണ്ട്. സ്തോത്രം. 11-ാം വാക്യം വായിച്ചമ്മനെ. ദൈവത്തെ കുറിച്ചുള്ള ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകി. അയ്യോ, അവിടെ അറിവ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് അതാ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കൊടും പാവിയാ. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണം, എബ്രായലേഖനം 11 വിശ്വാസവീരന്മാരുടെ പട്ടികയ്ക്കകത്ത് ചാടിക്കേറി. സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള അറിവ്, മറ്റുള്ളവർ പറഞ്ഞ അറിവ്, അല്ലെ തമ്പുരാന്റെ നാമത്തെ ഉയർത്താനും അല്ലെങ്കിൽ ആ സ്നേഹം അവിടെ പ്രദർശിപ്പിക്കാനും ഇടയായപ്പോൾ അവക്ക് സ്വർഗം ഒരു അടയാളം കൊടുത്തു. ആ അടയാളം അവൾ മുഖേന അവിടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുക മാത്രമല്ല, വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്തേട്ട് അവൾ കയറി. എനിക്ക് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ചുവപ്പ് ചരട് അടയാളം 2:21 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കത് വായിക്കുമ്പോൾ കൊലോസ്യർ 2:12 സ്തോത്രം അതൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ പേരങ്ങോട്ട് വന്നു. രാഹാബ് എന്ന് പറഞ്ഞ സഹോദരി ഒറ്റുകാരെ കൈക്കൊണ്ടത് കൊണ്ട്, വിശ്വാസത്തോടെ അവൾ കൈക്കൊണ്ടത് കൊണ്ട് നിങ്ങൾ നോക്കണം, ക്രിസ്തുവിന്റെ വംശാവലിയിലും ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുണ്ടായത് വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് പാവപ്പെട്ടവൾ കയറിയെങ്കിൽ. സ്തോത്ര. ഹല്ലെ. പാളയത്തിന് പുറത്ത് പാപകുഷ്ഠം ബാധിച്ച് കിടന്നവളാ, മതിലിന്മേൽ വീട് പണിഞ്ഞ് കിടന്നവളാ. ആരാ ദേശത്ത് വന്നാലും ആദ്യം അവിടെ എടുക്കലാ ചെല്ലുന്നത്. അതുകൊണ്ട് ആ ഭടന്മാർ ആദ്യം ചെന്ന് പറഞ്ഞ്, ഇവിടെ വന്നവര് നിന്റെ വീട്ടിലോട്ട് വന്നില്ലയോ എന്ന്. അത്രയ്ക്ക് പാപഭംഗിലമായ ജീവിതം നയിച്ചവളാ. ഇന്ന് പകൽ പറയട്ടെ, പാപാന്തകാരത്തിന്റെ ചേറ്റുകുഴി കിടന്നവളെ ക്രിസ്തു ദൈവദർശനം പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ, മീതെ ഹല്ലേലൂയ, ആകാശത്തിൽ താഴെ ഭൂമിയിൽ നിങ്ങളുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല എന്ന് അവൾ ഏറ്റുപറഞ്ഞപ്പോൾ സെക്കൻഡ് കൊണ്ട് അവൾ അവിടെ വിടുതൽ പ്രാപിച്ചു. സ്തോത്രം. ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ടവളാ, മതിൽമേൽ വീട് വെച്ച് പാർത്തേണ്ടവളാ. പക്ഷെ ആ പാവിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അകത്ത് കൊണ്ടുവന്നെങ്കിൽ, ആ വിശ്വാസത്തെ അവൾ മുറുകെ പിടിച്ചപ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് പാവി കയറി കൂടിയെങ്കിൽ ഇന്ന് പകൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവ സർവശക്തൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പാരമ്പര്യം പറയുന്നവൻ പടുകുഴിയിലേക്ക് വീണപ്പോൾ 3.5 വർഷം, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകും, 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന സർട്ടിഫിക്കറ്റും പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഒറ്റ ചുംബനത്താൽ കൂടെ നടക്കുമ്പോഴും സ്തോത്രം വഞ്ചനാമനാഭാവത്തോടെ നടന്നു. എത്ര പേരുണ്ടെന്നറിയാം അങ്ങനെ? അറിയത്തില്ല നമ്മള്, പക്ഷെ കർത്താവിന് അറിയായിരുന്നു കേട്ടോ. അറിഞ്ഞോണ്ട് തന്നെ ടീമിനകത്ത് കൊണ്ടുപോയി. നമ്മളാണെ കൊണ്ടുപോകും. അപ്പം ചാറും മുഖ്യം കൊണ്ട് വെച്ചു കൊടുത്തതും അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ സ്തോത്രം, അയ്യോ കഷ്ടം. ഹല്ലേലൂയ. 3.5 വർഷം കൂടെ നടന്ന സർട്ടിഫിക്കറ്റും
പണസഞ്ചി കയ്യിൽ പിടിച്ചുകൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു ചുംബനത്താൽ ഒറ്റിക്കൊടുത്ത് കെട്ടി ഞാൻ കുടല് തെറിച്ചു പോയി മരിച്ചു വീഴുമ്പോൾ, പ്രിയമുള്ളവരെ, പാരമ്പര്യമല്ല, ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തം ക്രൂശിൽ കിടന്ന് വഹിച്ചവൻ അല്ലേ പറുദീസയ്ക്കകത്ത് സെക്കൻഡ് കൊണ്ട് കയറിയെങ്കിൽ, സെക്കൻഡ് കൊണ്ട് അവൻ പറുദീസയ്ക്കകത്ത് കയറിയെങ്കിൽ, കൂടെ നടന്നവൻ ഹല്ലേലൂയ കുടല് തെറിച്ചു മരിച്ചു വീഴുമ്പോൾ അല്ലെ സെക്കൻഡ് കൊണ്ട് പാപമേറ്റു പറഞ്ഞവൻ പറുദീസയിൽ അല്ലേ വർഷങ്ങൾ കൂടെ നടന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവൻ മാറിയപ്പോ മാറാത്ത സ്നേഹത്തെ ഒരു നിമിഷം ഒന്ന് ഏറ്റു പറഞ്ഞപ്പോൾ സെക്കൻഡ് കൊണ്ട് പറുദീസയിൽ എത്തിയെങ്കിൽ ഇന്ന് പകൽ സെക്കൻഡുകൾക്കുള്ളിൽ വിടുതൽ തരുക. ദൂതൻ തട്ടി കേട്ടഴിഞ്ഞു. ദൂതൻ തൊട്ട കെട്ടഴിയും. പ്രാർത്ഥനയുടെ ശക്തി. എത്ര ദൂരെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, അത് പറഞ്ഞ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ, ഒരു വീട്ടിലല്ല, ഒരു സഭയിലല്ല, ഭൂമിയിൽ എവിടെ ഇരുന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാലും, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടത് നൽകി തരാമെന്ന് വാഗ്ദത്തമാണെങ്കിൽ ഇന്ന് പകൽ ആ വാഗ്ദത്തം ഇവിടെ നിവർത്തീകരിക്കുക. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദൂരത്തിലായിരിക്കുന്ന കുടുംബങ്ങളുമേൽ, വ്യക്തിത്വങ്ങളുമേൽ, തലമുറകളുമേൽ ചലനം സംഭവിക്കുക. ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ചോണം. അവസാനം വരെ മുറുകെ പിടിച്ചോണം. മരണത്താലല്ലാതെ വേർപിരിയരുത്. ക്രിസ്തു പ്രത്യാശ. ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകണം. ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകണം. ഇവിടെ ആബ്സെന്റ് പറയുമ്പോൾ അവിടെ പ്രസന്റ് എന്ന് പറയണം. ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ. സിയോനെ ലാക്കാക്കി ഓടുന്ന നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആദ്യ വിശ്വാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനം വരെ മുറുകെ പിടിച്ചോണം. അല്ലെ നിന്ദകളുണ്ട്, വേദനകളുണ്ട്, മനസ്സറിയാത്തിന് വിരൽ ചൂണ്ടി വിധി എഴുതി ഏലിയുടെ മുമ്പിലും സ്തോത്രം അടയ്ക്കാൻ കഴിഞ്ഞവന് തുറക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി ഒരു ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ കരഞ്ഞ ഹന്ന പ്രവചിക്കുന്ന ശമൂവേലിനെ കൈകളിലെടുത്തി പിറ്റേയാണ്ട് ആ സമയമായപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. നീചന്മാരുടെ ദുഷ്ടന്മാരുടെ മുമ്പിൽ കരഞ്ഞവടെ സന്തതി വളർന്നു, പ്രാർത്ഥിച്ചവടെ സന്തതി വളർന്നു. അടച്ചവൻ തുറക്കുമെന്നുള്ള വിശ്വാസത്തോടെ അവൾ ഹല്ലേലൂയ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ പരിണതഫലം അവിടെ ഗർഭത്തെ തുറക്കുക മാത്രമല്ല, അവൾക്ക് ലഭിച്ച സന്തതി നീചന്മാരുടെ ദുഷ്ടന്മാരുടെ ആത്മീയ അന്ധത ബാധിച്ചവനെ നടുവിൽ അവിടെ കുഞ്ഞൊരു പോറലേൽക്കാതെ വളരുക മാത്രമല്ല, ദൈവ ശബ്ദം അവൻ കേട്ടോ. പുരോഹിത കുടുംബത്തോട് ദൂത് വിളിച്ചു പറയാൻ അവിടെ സന്തതിയെ ദൈവം ഉപയോഗിച്ചു. പാരമ്പര്യം പറഞ്ഞ പുരോഹിതന്റെ കുടുംബത്തോട് ദൂത് വിളിച്ചു പറയാൻ അല്ലെ കരഞ്ഞ ഹന്നയുടെ തലമുറയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ തലമുറയുടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. നീ വിശ്വസിച്ചോ? അതങ്ങനെ സംഭവിക്കൂ. കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് ഐക്യതയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ വിലാപ്പുറത്ത് തൊട്ട് ചങ്ങലയടിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് നേരെ വന്ന് വാതിൽക്ക മുട്ടി. യോദാ വന്നു നോക്കി ഓടിപ്പോയി. പിന്നീട് അവർ വന്ന് വാതിൽ തുറന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, പത്രോസ് വെളിയിൽ നിന്നിട്ട് ഇന്നലെ രാത്രിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് സഹോദരിമാരോട് വെളിയിൽ നിന്ന് പറഞ്ഞു. അകത്ത് കയറിയില്ല, പിന്നെ പറഞ്ഞേ വെളിയിൽ നിന്നതെല്ലാം അങ്ങോട്ട് വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം സ്തോത്രം യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ രാത്രിയിൽ സഹോദരിമാരുടെ കൂട്ടായ്മയിലേക്ക് കയറിയില്ല, അവരവിടെ നിന്ന് പോയി. അങ്ങനെയെങ്കിൽ അല്ലെ ഓർഡിനേഷൻ ഇല്ലാത്ത അല്ലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച സഹോദരിമാരുടെ പ്രാർത്ഥനയിൽ സ്വർഗം കീറി മുറിച്ച് ദൂതൻ ഇറങ്ങി വന്ന അഭിഷിക്തനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ചില വിടുതലായ ചില സ്ഥാനങ്ങളിൽ കുടുംബങ്ങളുടെ തലമുറകളുടെ സംഭവിക്കട്ടെ. ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. സമയം അനുവദിക്കുക ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. കർത്താവേ